അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനങ്ങളുണ്ട്, വലിയ പ്രതിഫലനങ്ങളുണ്ട്. ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇവിടെ പ്രധാനമായും 5 കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ 4 പ്രാർത്ഥനയാണ്, 5-ാമത്തത് നിലപാടാണ്, ഒരു ആദർശ പ്രഖ്യാപനമാണ്. 1-ാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ റബ്ബിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം തേടിയിട്ടും നാം ചോദിക്കാതെയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല എന്നാണ്. ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളെങ്ങാനും തടഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെത്ര വില കൊടുത്തും വാങ്ങാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും എല്ലാം പറയുന്നിടത്ത് അവരെല്ലാം നന്ദിയുള്ള അടിമയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. റബ്ബേ, എനിക്കു നീ കനിഞ്ഞരുളിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായി മാറാൻ ഉദവി നൽകണമേ എന്നാണ്. സ്വന്തത്തിനു മാത്രമല്ല, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിന് നന്ദി കാണിക്കുന്നവനായി റബ്ബേ നീ എന്നെ മാറ്റേണമേ. സ്വന്തത്തിനു മാത്രമല്ല, മാതാപിതാക്കൾക്ക് കൂടി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള ഉദവി നൽകണമേ എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഒരു ഭാഗം റബ്ബിന് നന്ദി കാണിക്കാനുള്ള ഉദവിക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈയൊരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഒരു നബി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. തീർന്നില്ല, ആ പ്രാർത്ഥനയുടെ 2-ാമത്തെ ഭാഗമാണ് വഅൻ അഅമല സാലിഹൻ തർദാഹ്. റബ്ബേ, നീ തൃപ്തിയടയുന്ന ഇബാദത്തുകൾ ചെയ്യാൻ അതിനും നീ ഉദവി നൽകണം. കാരണം ഏത് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും റബ്ബിൽ നിന്നുള്ള തൗഫീഖ് ഉണ്ടാകുക എന്നത് അനിവാര്യമാണ്. തൗഫീഖ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നന്മകൾ ചെയ്യാൻ സാധ്യമല്ല. തിന്മകൾ കാരണം തൗഫീഖുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തൗഫീഖിനെ ചോദിക്കുകയാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം. നന്മകൾ ചെയ്യണമെങ്കിൽ തൗഫീഖ് വേണം. സുബഹിക്ക് പള്ളിയിൽ പോകണമെങ്കിൽ തൗഫീഖ് വേണം. സുബഹിക്ക് നേരത്തെ എണീക്കണമെങ്കിൽ തൗഫീഖ് വേണം. നന്മകളിൽ മുഴുകണമെങ്കിൽ തൗഫീഖ് ഉണ്ടാകണം. ആ തൗഫീഖിനെ ചോദിച്ചു വാങ്ങുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. നമ്മളും നന്മയ്ക്കുള്ള ഉദവിയെ തേടി റബ്ബിൽ നിന്ന് ചോദിച്ചു വാങ്ങണം എന്നതാണ് ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. 3-ാമത്തത്, മക്കളുടെ വിഷയത്തിൽ ആവലാതിയും വേവലാതിയും പങ്കുവയ്ക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ സുലൈമാൻ നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന അധ്യാപനം മക്കൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി. റബ്ബേ, എന്റെ മക്കളെ നീ നന്നാക്കി തരണം എന്നാണ്. നമ്മളെത്ര നന്നായാലും നമ്മുടെ മക്കൾ നന്നാകണമെന്നില്ല. നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മൾ ചില തർബിയത്തുകൾ നൽകുന്നതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാത്ത ഒരാളും നന്നാവുകയില്ല. പ്രവാചകന്മാരുടെ ഭാര്യമാരും മക്കൾ പോലും മോശപ്പെട്ട അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ നന്നാകണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നുകൂടി ഈയൊരു പ്രാർത്ഥന നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. തീർന്നില്ല, ഇന്നി തുബ്തു ഇലൈക്. 4-ാമത്തേതാണ്, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായി ജീവിക്കേണ്ടവരല്ല. മറിച്ച് റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണം എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ പാപമോചന തേട്ടങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതും ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു. അഞ്ചാമത്തത് ഒരു ആദർശ പ്രഖ്യാപനമാണ്. വ ഇന്നി മിനൽ മുസ്ലിമീൻ. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ മുസ്ലിമായി എന്നതല്ല, മറിച്ച് ഞാൻ എന്റെ ആദർശം കൊണ്ട്, എന്റെ നിലപാട് കൊണ്ട്, എന്റെ കർമ്മഫലങ്ങൾ കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം എന്നതുകൂടി ഈ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇത് ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ വേളകളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രത്യേകം നമ്മൾ പരിശ്രമിക്കുക. അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ രൂപത്തിൽ റബ്ബിലേക്ക് വിധേയപ്പെട്ട് റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി